യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള റിജിൽ മാക്കുറ്റി കൂടി ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ പുറത്തു വരുന്ന ഓരോരോ ദിവസം ഇന്നിപ്പോൾ പുറത്തു വന്നത് ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടാണ്. കൃത്യമായ രീതിയിൽ ഇതിനകത്ത് ഈ സിദ്ധാർത്ഥ് ആക്രമണത്തിനിരയായി എന്നുള്ളത് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് തന്നെയുണ്ട്. പക്ഷേ അത് ഈ പറയുന്ന ഡീനും അതുപോലെ തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥരും പൂഴ്ത്തിവെച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങൾ, നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. SFI എന്ന് പറയുന്ന സംഘടനയുടെ ക്രൂരതയാണ് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. ആ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയത് ആത്മഹത്യയാക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിന് വളരെ കൃത്യമായി കോളേജിലെ ഡീൻ ഉൾപ്പെടെ അവിടെയുള്ള ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെയുള്ള CPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പങ്കുണ്ട്. ഈ യഥാർത്ഥ പ്രതികളായ SFIയുടെ നേതാക്കന്മാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാതിരിക്കാൻ അവർക്ക് മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും CPM ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള മുൻ MLA ഉൾപ്പെടെ ആ വിഷയത്തിനകത്ത് ഇടപെട്ടുകൊണ്ട് ആ പ്രതികൾക്ക് അവരുടെ വകുപ്പുകൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി ഇടപെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. അതുകൊണ്ട് SFI നടത്തിയിട്ടുള്ള ഏറ്റവും സമീപകാലത്തൊന്നുമില്ലാത്ത ഒരു കേട്ടുകേൾവിയില്ലാത്ത ഒരു ക്രൂരതയാണ് റാഗിങ്ങിനെതിരായി. അതോടൊപ്പം തന്നെ അത്തരത്തിൽ നിലപാടുകൾക്കെതിരായി പ്രതികരിക്കുന്ന സംഘടന ആണ്. ആ സംഘടനയിൽ ഉത്തരവാദപ്പെട്ട യൂണിയൻ ചെയർമാനും SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയുമാണ് ഇതിനകത്ത് പങ്കെടുത്തതെന്ന് പറയുമ്പോൾ തീർച്ചയായും SFI നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ നരഹത്യയാണ്. ആ നരഹത്യയെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ്റെ പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നാണം കെട്ടുള്ള നിലപാടാണ്. അതിനെതിരെയുള്ള പോരാട്ടമാണ് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തത്. ആ പോരാട്ടമാണ് ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നിരാഹാര സമരം. അതുകൊണ്ട് ഇത് ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ശക്തമായ രൂപത്തിൽ ആ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ കുട്ടിക്ക് അവൻ്റെ കുടുംബത്തിന് നീതി കിട്ടുന്നതുവരെ, യഥാർത്ഥ കൊലയാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നവരെ, അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കിട്ടുന്നതുവരെയുള്ള പോരാട്ടങ്ങളുമായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും വർഗ ബഹുജന പോഷക സംഘടനകളും മുമ്പോട്ട് പോകുന്നുള്ളതാണ് പറയാനുള്ളത്.